ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് DJI Osmo Nano എന്ന് പറഞ്ഞ ഒരു കുട്ടി ക്യാമറയാണ്. നിങ്ങളൊരു വ്ളോഗിങ്ങിനോ അല്ലെങ്കിൽ ഒരു കുട്ടി ക്യാമറ, അതായത് വീഡിയോ എടുക്കാനൊക്കെ ഒരു ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ സാധനം കണ്ണും പൊട്ടി എടുത്തോട്ടാ. 100% ഗ്യാരണ്ടിയാണ് DJIൻ്റെ പ്രൊഡക്ട്സ്. അതായത് ഞാൻ ആക്ഷൻ ക്യാമറയുടെ ഫസ്റ്റ് എടുത്തത് നമ്മുടെ GoPro Hero 9, അതിനുശേഷം GoPro 10 എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ DJIൻ്റെ Action 3 എടുത്തത്. Action 3ന് ശേഷം പിന്നെ Action 4 എടുത്തു. 4 എടുത്തതിന് ശേഷം പിന്നെ ഞാൻ Action 5ഉം 6 എടുത്തിട്ടില്ല. എൻ്റെ ഓൾറെഡി 4 ഉണ്ട്. Action 4 ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. അതിന് ഒരു സ്ക്രാച്ചോ പറയുമ്പോൾ യൂസേജ് ഒക്കെ മിനിമലാണ്, എന്നാലും കംപ്ലൈൻസോ ക്വാളിറ്റിയിൽ ഇഷ്യൂസോ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഗോപ്രോൻ്റെ ഏരിയയിലേക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഗോപ്രോ ഏതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ വെച്ചാൽ അമ്മാതിരി എനിക്ക് DJIൻ്റെ പ്രൊഡക്ട്സുകൾ ഇഷ്ടപ്പെട്ടു. സംഭവം ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ബിൽഡായി. പറയുമ്പോൾ സാധനം ചൈനീസ് ബ്രാൻഡൊക്കെ ആണെങ്കിലും പക്ഷേ ഒടുക്കത്തെ ക്വാളിറ്റി സാധനത്തിന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിന് ശേഷം പിന്നെ DJIയുടെ പ്രൊഡക്ട്സാണ് ഫുള്ള് ഉപയോഗിക്കുന്നത്, എസ്പെഷ്യലി ആക്ഷൻ ക്യാമറാസ് അങ്ങനത്തെ പരിപാടികൾ. പിന്നെ മൈക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും DJIൻ്റെ മൈക്കാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ നമ്മുടെ രണ്ടാമത്തെ അല്ല, നമ്മൾ ഇതിന് DJIൻ്റെ Pocket 3 ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ. അത് ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ Action 4 വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. Action 4 Pro വരുന്നുണ്ട്, പക്ഷെ എന്തായാലും നല്ല പ്രൈസ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ Pocket 3 ആണെങ്കിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ Pocket 3 ഒന്നുകൂടി വാങ്ങിക്കട്ടെ, പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോൾ DJIൻ്റെ ആക്ഷൻസ് ക്യാമറാസൊക്കെ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. Pocket 3നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ DJIൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ത്രൂ മാത്രം വാങ്ങിക്കാൻ നോക്കുക. അവരാണ് ഇന്ത്യയിലെ ഒഫീഷ്യൽ സെല്ലർ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കർ കാണാൻ പറ്റും. ഈ ഒരു സ്റ്റിക്കർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യയിൽ വാറണ്ടി കിട്ടുക. അവരുടെ വാറണ്ടിയുടെ ഗുണം എന്ന് വെച്ചാൽ മിക്കതും റീപ്ലേസബിൾ വാറണ്ടിയാണ്. ഡിസൈൻ ഇൻഫോ എന്ന് പറഞ്ഞ സൈറ്റിൽ കൂടെ ഒന്നും വാങ്ങിക്കാണ്ടിരിക്കുക. കുറച്ച് ചെറുതായിട്ട് പ്രൈസ് കുറവൊക്കെ കിട്ടും, പക്ഷേ അത് അവർ സെല്ല് ചെയ്യുന്നത് ഗ്ലോബൽ വാറണ്ടിയാണ്. അതായത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അത് അങ്ങനെയാണ് അവർക്ക് പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത്. പക്ഷേ വാറണ്ടി ഒഫീഷ്യൽ വാറണ്ടി ഒന്നും കിട്ടില്ല. ഒരു വാറണ്ടി തരുന്നൊക്കെ പറയുന്നുണ്ട്, ദൈവത്തിന് അറിയാൻ പോകുമ്പോൾ. എന്ന് വെച്ചാൽ ഞാൻ ഈ മൈക്ക് വാങ്ങിച്ചിരിക്കുന്നത് ഡിസൈൻ ഇൻഫോ എന്നായിരുന്നു. സംഭവം പ്രശ്നങ്ങളൊന്നുമില്ല, സാധനം കിട്ടിയത് ഒറിജിനൽ സംഭവമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ വാറണ്ടി അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വന്ന സാധനം നോർമലി എനിക്ക് DJIൻ്റെ ഇതിനടുത്ത് കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഇവർ തരുമോ തിരിഞ്ഞു നോക്കുമെന്ന് അറിയില്ല എന്ന് വെച്ചാൽ ചോദിക്കുമ്പോൾ ഞാൻ അവർ തരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2000 രൂപ അങ്ങനെ നോക്കാൻ പോയില്ല. ഇപ്പോൾ ഇതിനായാലും നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും 29,990 ഇപ്പോൾ ആക്ച്വലി സെയിൽസ് നടക്കുന്നുണ്ട്. 2000 രൂപയൊക്കെ കുറഞ്ഞിട്ട് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ നമുക്ക് കൂപ്പൺ വരെ ഉണ്ട്, 1500 രൂപയുടെ കൂപ്പണൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഫ്ലിപ്കാർട്ടിൽ തന്നെ വാങ്ങിച്ചത്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. ആമസോൺ നോക്കിയപ്പോൾ എന്തോ ഡേറ്റ് കുറച്ച് ലാഗായിട്ട് കാണിക്കുന്നത്, അപ്പോൾ അത് ഞാൻ ആമസോൺ വിട്ടു. അപ്പോൾ ഞാൻ എന്തായാലും ടാഗ് ചെയ്തേക്കാട്ടെ. നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ നോക്കുക, അല്ല ഇപ്പോൾ തന്നെ വാങ്ങിക്കുക. ഈ സെയിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറവ് പ്രൈസ് കുറഞ്ഞത് പോകും വെറുതെ. ഇത് ഇപ്പോൾ DJIയുടെ ലേറ്റസ്റ്റ് ക്യാമറയിലൊക്കെ ഇൻബിൽഡ് മെമ്മറി ഉണ്ട്. ഇത് 64 GB ആണ്. ഇനി 128 GB കൂടി ഉണ്ട്. 5000 രൂപ പ്രൈസ് ഗ്യാപ്പാണ് വരുന്നത്. ഞാൻ 64 എടുത്തുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇതിൽ മെമ്മറി കാർഡ് ഇടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് 64 GB ധാരാളമാണ്. അപ്പോൾ ഞാൻ Action 4 തന്നെ മെമ്മറി കാർഡ് 64 GB സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ ആണ്. അപ്പോൾ പറയണ്ടല്ലോ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് അറിയാം മെമ്മറി കാർഡിനൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ ഇതിനെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ DJI Mimo എന്ന് പറഞ്ഞാൽ ആപ്പ് ആദ്യം ആക്ച്വലി പ്ലേ സ്റ്റോറിൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ആക്ച്വലി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് വേണം നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാൻ. അങ്ങനൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം പിന്നെ Insta360 Go ഒക്കെ നോക്കി, പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. എന്ന് വെച്ചാൽ DJIയുടെ ഓൾറെഡി നമുക്ക് അറിയാമല്ലോ എന്തായാലും ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഞാൻ Insta360 അതിലോട്ട് വാങ്ങിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വാങ്ങിച്ച് നോക്കാൻ നമുക്ക് വിചാരിച്ചാണ്. പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ കുറേ കമ്പാരിസൺ നോക്കിയിട്ടുണ്ടോ. അപ്പോൾ അതിൽ നോക്കുമ്പോഴും ഇവരുടെ സെൻസറാണ് കുറച്ചുകൂടി നല്ലത്, ലോ ലൈറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ 1/1.3 ഇഞ്ച് സെൻസറാണ് വരുന്നത്. Action 4 വരുന്ന അതേ സെൻസറൊക്കെ തന്നെയാണ് Action 5 വരുന്നത്, Action 5 Proയിലൊക്കെ വരുന്നത്. പക്ഷേ അതിൽ കുറച്ചിട്ട് അവർ ആ പ്രോസസ്സിങ്ങിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. ഇതിന് MRP ഒക്കെ 35,990 ബ്ലാക്ക് കളറാണ്. ഇത് ആകെ ഒരു കളറിൽ തന്നെ ഉള്ളൂ. പിന്നെന്താ, പിന്നെ സംഭവങ്ങളൊന്നുമില്ല. ഇത് ആകെ ഒരു കോംബോ തന്നെയുള്ളൂ. ഈ ഒരു കോംബോ മാത്രമേ ഉള്ളൂ. ഇത് അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത് ബോക്സ് ചെയ്തിട്ട് യൂസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ പറയുന്നതിൽ ഇവർ തരുന്ന പോലെ സ്റ്റിക്കറും പേപ്പർ വർക്കും സംഭവങ്ങളൊക്കെ ഇല്ല. എന്തൊക്കെയാണ് അക്സസറീസ് കിട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ക്യാമറ. ഇത് ഡോക്കായിട്ടാണ് വരിക. കണ്ടു, 2 ഡോക്കായിട്ടാണ് നമുക്കിത് ഇങ്ങനെ ഊരാൻ വേണമെങ്കിൽ കണ്ടു. ഇതാണ് നമ്മുടെ ക്യാമറ, മെയിൻ ക്യാമറ ആയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഡോക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, OLED സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. അക്സസറീസ് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ക്യാപ്പ് മൗണ്ട് വന്നിട്ടുണ്ട്, മാഗ്നറ്റിക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കേസ്, നമ്മുടെ ക്യാമറ ഇടാനുള്ള ഒരു കേസ്. പിന്നെ എന്താ പറയുക, നമ്മുടെ കാർമയും ഗ്ലാസ്മയും ഒട്ടിച്ച് വെക്കാനുള്ള ഒരു മൗണ്ടാണത്. അത് വന്നിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു മൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ Action 4 വരുന്ന ഒരു മാഗ്നറ്റിക് മൗണ്ട് താഴെ വെക്കാനുള്ളത്, അത് വേറെ ബോക്സിലില്ല കേട്ടോ. അതൊരു എടുത്ത് കളഞ്ഞുന്നുണ്ട്. പിന്നെ ഒരു മാഗ്നറ്റിക് പെൻഡൻറ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അക്സസറീസാണ് ഇത് കൂടെ വരുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. അപ്പോൾ ക്യാമറ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം, സെപ്പറേറ്റ് ഇല്ലാണ്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടെണ്ണത്തിലും നമുക്കിപ്പോൾ കാണുകയാണെങ്കിൽ നമുക്കിതിവിടെ സെൻസർ കാണാം, DJIൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടൺ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. ഇതിൽ പക്ഷേ സ്ക്രീനിൽ ഒരു ലൈറ്റ് ഉണ്ട്, നമുക്ക് റെക്കോർഡിങ് ആവുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ട്രാൻസ്പാരൻറ്റ് ഡിസൈൻ ആണ് കേട്ടോ. പിന്നെ ഡോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു OLED സ്ക്രീൻ വരുന്നുണ്ട്, ഇവിടെ നമുക്ക് ഡോക്ക് ചെയ്യാനുള്ള അതിൻ്റെ സംഭവം വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഓൺ ഓഫ് അതുപോലെ റെക്കോർഡ് ബട്ടൺ, ഒരു സിംഗിൾ ബട്ടൺ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. താഴെയായിട്ട് നമുക്ക് ഡോക്ക് ചെയ്യാനുള്ള മാഗ്നറ്റിക് സംഭവമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ളതും മെമ്മറി കാർഡ് ഉള്ളതും ഉള്ള ഒരു പോർട്ടും ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി വാട്ടർ പ്രൂഫ് അല്ല, ഇത് ആക്ച്വലി വാട്ടർ പ്രൂഫാണ് കേട്ടോ, അപ്പോൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഇതുമൊന്നും ഓൺ ചെയ്യാം, ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ ഓൺ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് എക്സാമ്പിളായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഡോക്ക് ചെയ്യാം, അതിപ്പോൾ ഇങ്ങനെ ഡോക്ക് ചെയ്ത് രണ്ട് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഡോക്ക് ചെയ്യാം. അപ്പോൾ ചാർജിങ് കാണിക്കണ്ടു. അപ്പോൾ ഈ റെഡ് ബട്ടൺ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ സാധനം ഓൺ ആയിക്കോളും. ഓസ്മോ കണക്റ്റിംഗ് ഉണ്ട്, ഇപ്പോൾ കണക്റ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണുന്നതാണ് ഇവിടെ കാണുക. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുത്താലും നമുക്ക് ആ സെയിം സംഭവം തന്നെ ഇതിൽ കാണാണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഓവർ എക്സ്പ്രഷൻ ആവുന്നുണ്ടായിരിക്കും, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്ത് ഇതിലായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണാം. ഇനിയിപ്പോൾ അടുത്ത പാട്ട് വരാൻ പോകുന്നിട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ അടിക്കാൻ മറക്കേണ്ട, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ DJI നാനോയിലത്തെ നിങ്ങൾക്ക് ഫുട്ടേജ്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി DJI നാനോ എന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. 2.7Kയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അത് നമുക്ക് 4K സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 4Kയിൽ നോർമലി ഷൂട്ട് ചെയ്യാറില്ല, ഭയങ്കര എന്താ പറയുക സൈസും കാര്യങ്ങളൊക്കെ കൂടുന്നതുകൊണ്ട് വലിയ ഡിഫറൻസും ഇല്ല. ഞാൻ 2.5Kയിലാണ് നോർമലി ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഞാൻ ഡോക്കിൽ കണക്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലാരിറ്റി കാണാൻ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഉച്ചയ്ക്കാണ് കേട്ടോ, ഒരു 1 മണി ആ റേഞ്ചിലൊക്കെയാണ് നമ്മളിപ്പോൾ ഔട്ട്ഡോറാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ലൈറ്റ് എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇപ്പോൾ എൻ്റെ ബാക്കിലാണ് ലൈറ്റ് നിൽക്കുന്നത്, പക്ഷേ ഇതിൽ അത്യാവശ്യം അഡ്ജസ്റ്റ് ആവുന്നുണ്ട് കണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു 1/1.3 ഇഞ്ചിൻ്റെ സെൻസറാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റ്, കുഴപ്പമില്ലാണ്ട് ലൈറ്റ് നല്ലോണം കയറി വരുന്നുണ്ട്. ഇപ്പോൾ DJIൻ്റെ തന്നെ വേറെ പ്രൊഡക്ട്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ആക്ഷൻ 6 ആണെങ്കിൽ 1/1.1 ഇഞ്ചിൻ്റെ സെൻസറാണ്. അതിലിങ്ങോട്ടും കൂടുതൽ ലൈറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പോക്കറ്റ് 3ൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് 1 ഇഞ്ച് സെൻസറാണ്. അപ്പോൾ അതിനായിട്ടൊക്കെ കുറച്ച് ലൈറ്റ് ഇതിൽ ലോ ലൈറ്റിലൊക്കെ കുറച്ച് പെർഫോമൻസ് ഇതിനായിട്ടൊക്കെ കുറച്ച് കുറവാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മുമ്പത്തെ ആക്ഷൻ എന്താ പറയുക 4ഉം 3ഉം 2 ഒക്കെ വെച്ച് നോക്കുമ്പോൾ പോരാത്തിന് അതിനായിട്ട് കുട്ടി ക്യാമറയാണ്. നമുക്ക് ഈ സാധനം വേണമെങ്കിൽ അതൊന്നും ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നോക്കാം കണ്ടു. ഇത് നമുക്ക് ഇങ്ങനെ വെക്കാൻ വേണമെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ മാഗ്നറ്റിക് ആയിട്ട് ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. ഇതെൻ്റെ ജെല്ലേമ ഉണ്ടോ, ജെല്ലേമ വെച്ചേക്കുന്നതാണത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ അവിടെ വെച്ചേക്കാത് ജെല്ലേമ വെച്ചേക്കുന്നത്. ഞാൻ ഇത് വീഡിയോ ഫുട്ടേജ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അതാണ് ക്വാളിറ്റി. ഇപ്പം എൻ്റെ ഡോറിൻ്റെ ഡോർ ഇപ്പോൾ സ്റ്റീലും എന്താ ഡോറും വെച്ചതാണ് കണ്ടു. ഇപ്പോൾ എനിക്ക് എൻ്റെ കൈ 2 കൈ ഇവിടെ കണ്ടു. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് ഈ സാധനം കൊണ്ടിട്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിലായാലും ഞാൻ നോർമലി ഇപ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റൂമിൻ്റെ ഉള്ളിലത്തെ ലൈറ്റും സംഭവങ്ങളൊക്കെ കാണാം. എന്താ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ ഒന്നുകൂടി ഫിറ്റ് ചെയ്യാം. എന്താ ഇത് ഉച്ചയ്ക്കാണ്. ഇപ്പോൾ വേറൊരു ലൈറ്റും ഇല്ല, ആകെ ഒരു ട്യൂബ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഓവറോൾ നല്ല കിടിലൻ ക്യാമറ തന്നെയാണ്. നമുക്കിത് പെൻഡൻ്റായിട്ടൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് നെക്കിലൊക്കെ വെച്ചിട്ട് പോകാം. ഒരു ഇഷ്യൂസും കാണുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ കിടിലൻ സാധനം 30,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു കണ്ണും പൂട്ടി എടുക്കാവുന്ന. പ്രത്യേകിച്ച് എനിക്ക് മുമ്പും പറഞ്ഞാറുണ്ട് DJIൻ്റെ ക്യാമറാസ് ഉണ്ടല്ലോ, ആക്ഷൻ ക്യാമറാസൊക്കെ ടോപ്പ് ലെവൽ ഇപ്പോൾ എന്താ പറയുക ക്വാളിറ്റിയാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് അവരുടെ വീഡിയോ ക്വാളിറ്റിയും ഇമേജ് ആയിക്കോട്ടെ നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. GoPro ഒന്നും ഇതിൻ്റെ അടുത്തിൽ കൂടെ പോവില്ല. GoPro ഇപ്പോഴും കണക്കാണ്. ലോ ലൈറ്റിലൊക്കെ അതിൻ്റെ അടുത്തിക്കൂടെ പോയിട്ട് നമ്മുടെ ആക്ഷൻ 6ൻ്റെ അടുത്തിക്കൂടെ പോയിട്ട് അതിൻ്റെ 50% പോലും ക്വാളിറ്റി ഇല്ല. അപ്പോൾ പിന്നെ അവരുടെ സപ്പോർട്ട് ഇവരുടെ മോശം സർവീസ് 2 പേർക്കും ഡയറക്റ്റ് സർവീസൊന്നും ഇല്ല. പിന്നെ സോഫ്റ്റ്വെയർ ഭയങ്കര ഏരിയയിലെത്തി കൂടെ പോയില്ല DJIൻ്റെ. ഇവർക്കൊക്കെ കറക്റ്റ് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ എല്ലാ സംഭവവും ബട്ടർ സ്മൂത്താണ്. അതൊക്കെ എടുത്ത് പറഞ്ഞത് നിങ്ങൾ ഒരു വർഷം DJIൻ്റെ ആക്ഷൻ ക്യാമറ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഞാനിതുപോലെ ആദ്യം GoPro 9, 10 ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മതിയായിട്ടാണ് പിന്നെ വേറെ ഓപ്ഷനിലാണ്ട് അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള DJIൻ്റെ എടുത്തത്. അപ്പോഴാണ് DJIൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലായത് കേട്ടോ. അതിനുശേഷം ഞാൻ DJI മാറിയിട്ടില്ല. DJIൻ്റെ മിക്ക പ്രോഡക്ട്സ് എൻ്റെ ഉണ്ട്, മൈക്കടക്കം. അപ്പോൾ എന്തായാലും
ഫുട്ടേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ആക്ച്വലി ഇവിടെയും ഇതുമെന്നും സ്റ്റോപ്പ് ചെയ്യാം, അതുമെന്നും ക്യാമറ ബട്ടൺ ഉണ്ട്, രണ്ടിലും വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.